ഓം ഹരിശ്രീ ഗണപതയേ നമഃ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സുസ്വാഗതം. അവർ 3 പേരും പഞ്ചവടി ലക്ഷ്യമാക്കി മുന്നോട്ട് നടക്കുന്നു. ഇതിനിടെ സീതാദേവിക്കൊരു സംശയം. സീതാദേവി ഇങ്ങനെ ചോദിച്ചു, ആര്യപുത്ര, അല്പമായ സൂക്ഷ്മക്കുറവുകൊണ്ട് വലുതായ അധർമ്മം വന്നുകൂടും. ആഗ്രഹങ്ങൾ മൂലമുണ്ടാകുന്ന ദോഷങ്ങൾ 3 തരത്തിലാണ്. ഒന്നാമത്തേത് അസത്യഭാഷണം, രണ്ടാമത്തേത് പരസ്ത്രീഗമനം. അതങ്ങ് ചെയ്യുകയില്ലെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. അവിടുന്ന് മറ്റൊരു സ്ത്രീയെ മനസ്സുകൊണ്ട് പോലും സ്മരിക്കുകയില്ല എന്നെനിക്കറിയാം. എന്നാൽ വിദ്വേഷമൊന്നുമില്ലാതെ, വൈരമൊന്നുമില്ലാതെ മറ്റുള്ളവരെ ദ്രോഹിക്കാനുള്ള ഒരു പ്രവണത ഞാൻ കാണുന്നുണ്ട്. ആയുധപാണികളായി നിങ്ങൾ ഇരുവരും ഇങ്ങനെ നടക്കുമ്പോൾ വനചാരികളെ കണ്ടാൽ ആയുധങ്ങൾ പ്രയോഗിക്കാൻ ഇടയുണ്ട്. തീക്ക് വിറക് പോലെയാണ് ക്ഷത്രിയൻ ആയുധം എന്നറിയുക. അത് കയ്യിലിരുന്നാൽ പ്രയോഗിച്ചു പോകും. ഇന്ദ്രൻ പണ്ട് ഒരു വാള് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച് ഒരു മാമുനിയുടെ തപോനിഷ്ഠ നശിപ്പിച്ച കഥ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. അതിനി വേറൊരു വീഡിയോയിൽ പറയാം. എന്തായാലും ശസ്ത്രധാരണം കൊണ്ട് മനസ്സ് ക്രൂരമായി പോകും. അത് ആരുടെയാണെങ്കിലും. വനവാസവും ശസ്ത്രപ്രയോഗവും തമ്മിൽ ചേരുകയില്ല. ദേശത്തെയും ധർമ്മത്തെയും ആദരിച്ചാലും അങ്ങയുടെ പുറപ്പാട് ദണ്ഡകാരണ്യവാസികളായ രാക്ഷസന്മാരെ കൊല്ലാനാണ്. അവർ നമുക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. ക്ഷത്രിയധർമ്മമൊക്കെ അയോധ്യയിൽ മടങ്ങിയെത്തിയിട്ട് ആചരിക്കാം. അതല്ല, രാജ്യമെല്ലാം ഉപേക്ഷിച്ച് താപസവൃത്തി സ്വീകരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ധർമ്മത്തിൽ നിന്നാണ് മറ്റെല്ലാ പുരുഷാർത്ഥങ്ങളും ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുന്നതാണ്. ധർമ്മം കഷ്ടപ്പെട്ട് സമ്പാദിക്കേണ്ടതാണെന്ന് അവിടത്തേക്ക് അറിയാമല്ലോ. സുഖത്തിൽ നിന്ന് സുഖം ഉണ്ടാകുന്നതില്ല. അതിനാൽ ആര്യപുത്ര, തപോവനത്തിന് അനുരൂപമായ ധർമ്മം ആചരിച്ചാലും സ്ത്രീ ചാബല്യം കൊണ്ട് ഞാൻ പറയുന്നതാണെന്ന് അങ്ങ് വിചാരിക്കരുത്. അങ്ങേക്ക് ധർമ്മം ഉപദേശിക്കാൻ ഞാനാര്? അവിടത്തേക്കും അനുജനും ശരിയെന്ന് തോന്നുന്നത് അനുസരിച്ചാൽ മതി. സ്നേഹ ബഹുമാനങ്ങൾ കൊണ്ട് ഞാൻ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. സീതാദേവി വീണ്ടും ശ്രീരാമനോട് ചോദിച്ചു, ഈ താപസന്മാർക്കെല്ലാം അപാര ശക്തിയുണ്ട്. അവരുടെ തപശക്തി ഉപയോഗിച്ച് ഈ രാവണൻ മുതലായ രാക്ഷസന്മാരെ എല്ലാം ഓടിക്കാമല്ലോ. അവരുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ നേടാമല്ലോ. അങ്ങെന്തിനാണ് ഈ ആയുധങ്ങളുമേന്തി അവരെ നിഗ്രഹിക്കാൻ ഒരുങ്ങുന്നത്? ഇങ്ങനെ ചോദിച്ചപ്പോൾ രാമൻ പറഞ്ഞു, സീത, എനിക്ക് ഹിതകരമായിട്ടുള്ളത് തന്നെയാണ് ഭവതി പറഞ്ഞത്. ഭവതിയുടെ കുലത്തിനൊരു ഭൂഷണം തന്നെയാണ് ഭവതിയുടെ വാക്കുകൾ. എന്നാൽ ഞാൻ പറയുന്നതും ശ്രദ്ധിക്കൂ. ക്ഷത്രിയന്മാർ ആയുധം ധരിക്കുന്നത് ഇങ്ങനെയുള്ള ദീനശബ്ദം അല്ലെങ്കിൽ ആർത്ത ശബ്ദം കേൾക്കാതിരിക്കാനാണ്. ദണ്ഡകാരണ്യത്തിൽ വസിക്കുന്ന താപസന്മാർ ഇപ്പോൾ ആപത്തിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് ഞാൻ പറയാതെ അറിയാമല്ലോ. അവരെല്ലാവരും വന്ന് എന്നെ ശരണം പ്രാപിച്ചിരിക്കുന്നു. നരഭോജികളായ ഈ രാക്ഷസന്മാർ അവരെ ഉപദ്രവിക്കുകയാണ്. തപശക്തി കൊണ്ട് രാക്ഷസന്മാരെ നശിപ്പിക്കാൻ അവർക്ക് ശക്തിയുണ്ടെങ്കിലും കഷ്ടപ്പെട്ട് നേടിയ തപോബലം ഇതിനായി അവർ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാലാണ് അവരെന്നെ അഭയം പ്രാപിച്ചിരിക്കുന്നത്. ഭവതിയുടെ ഒരു സംശയത്തിന് ഉത്തരം കിട്ടിയല്ലോ. ഏതു തരത്തിലും രക്ഷിച്ചു കൊള്ളാമെന്ന് ഞാൻ പ്രതിജ്ഞയും ചെയ്തു കൊടുത്തിരിക്കുകയാണ്. സത്യം എനിക്കെന്നും പ്രിയപ്പെട്ടതാണെന്ന് മനസ്സിലാക്കൂ. ഞാൻ ജീവനോടെ ഇരിക്കുന്ന കാലത്തോളം ചെയ്ത പ്രതിജ്ഞയ്ക്ക് വിപരീതമായി ഒന്നും ചെയ്യുകയില്ല. ഞാൻ എൻ്റെ പ്രാണൻ ഉപേക്ഷിച്ചു എന്ന് വരാം, എന്നാലും സത്യം ലംഘിക്കുകയില്ല എന്നറിയുക. നിന്നെയോ ലക്ഷ്മണനെയോ ഉപേക്ഷിച്ചെന്ന് വന്നേക്കാം, എന്നാലും ഞാൻ ചെയ്ത പ്രതിജ്ഞ നിറവേറ്റുക തന്നെ ചെയ്യും. അതിൽ തന്നെ ഉറച്ചു നിൽക്കും. വിശേഷിച്ചും ബ്രാഹ്മണരോട് ചെയ്ത പ്രതിജ്ഞ. സ്നേഹം കൊണ്ടും സൗഹൃദം കൊണ്ടും ദേവി പറഞ്ഞ വാക്കുകൾ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഭവതിയുടെ കുലത്തിന് ചേർന്ന വാക്കുകൾ തന്നെയാണവ. എൻ്റെ ധർമ്മപത്നിയായി ഭവതി എനിക്ക് പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവളാണ്. നമുക്കറിയാം, സാധാരണയായി ഈ രാമായണത്തിൽ സീത അധികം സംസാരിക്കുന്നത് നാം കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല, അല്ലേ? എന്നാൽ ഇപ്പോൾ തൻ്റെ പ്രാണനാഥനായ ആ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രനെ അധർമ്മം ബാധിക്കുമോ എന്ന് സംശയം വന്നപ്പോഴാണ് സീതാദേവി ഇങ്ങനെ ചോദിക്കുന്നത്. ഒരു
പ്രിയ പത്നിയുടെ ധർമ്മം യഥാകാലം യഥാവിധി അനുഷ്ഠിച്ച് ശ്രീരാമനെ അനുഗമിക്കാനാണ് സീത എപ്പോഴും താല്പര്യപ്പെട്ടിരുന്നത്. മാരുതി സീതയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നു ഒരിക്കൽ, യുക്ത രാമസ്യ ഭവതി ധർമ്മപത്നി ഗുണാന്വിത. ശ്രീരാമചന്ദ്രന് സർവഥാ അനുരൂപയായ സഹധർമ്മിണിയാണ് ഭവതി എന്നാണ് ഹനുമാൻ പറഞ്ഞത്. അത് അന്വർത്ഥമാക്കും വിധമാണ് സീതയുടെ ഈ വാക്കുകൾ നമുക്ക് അനുഭവപ്പെടുന്നത്. ഇങ്ങനെ അവർ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. മനോഹരമായ ഒരു പൊയ്ക കാണുകയാണ്. ആ പൊയ്കയിൽ നിന്നും വാദ്യഘോഷങ്ങളുടെ ശബ്ദം കേൾക്കുന്നു. ആരെയും കാണാനുമില്ല. കൂടെ ഉണ്ടായിരുന്ന ധർമ്മഭൃത് എന്ന മുനിയോട് രാമൻ അതിനെപ്പറ്റി ചോദിക്കുകയാണ്. ശ്രദ്ധിക്കണം, ത്രികാലജ്ഞാനിയാണ്, ഭഗവാനാണ്, അന്തര്യാമിയാണ്. ഇവിടെ മറ്റൊരു മുനിയോട് ചോദിക്കുകയാണ് എന്താണ് ആ കേൾക്കുന്നത്. തൻ്റെ ദിവ്യശക്തി കൊണ്ട് എല്ലാം അറിയുന്നവനല്ലേ ഭഗവാൻ. പക്ഷേ ഇവിടെ മനുഷ്യനായി പോയില്ലേ, മനുഷ്യൻ്റേതായ കർമ്മങ്ങളെല്ലാം ചെയ്യണ്ടേ. അപ്പോൾ ധർമ്മഭൃത് എന്ന മുനിയോട് രാമൻ ഈ തടാകത്തിൽ നിന്നും ശബ്ദം കേൾക്കുന്നല്ലോ, ആരെയും കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ആ മുനി ഇങ്ങനെ വിവരിച്ചു. ഇത് പഞ്ചാപ്സരസ് എന്ന തടാകമാണ്. മാണ്ഡകർണി എന്ന മുനിയുടെ തപസ്സിൽ ഭയമാർന്ന ദേവന്മാർ അദ്ദേഹത്തിൻ്റെ തപസ്സിന് വിഘ്നം വരുത്തുവാൻ 5 അപ്സരസുകളെ ഭൂമിയിലേക്ക് അയച്ചു. നമുക്കറിയാം, ആര് തപസ് ചെയ്താലും ഉടനെ ദേവേന്ദ്രന് തൻ്റെ സിംഹാസനം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമുണ്ടാകും. ആ തപസ്സിന് വിഘ്നം വരുത്താനായിട്ട് ദേവലോകത്തു നിന്നും സുന്ദരികളായ അപ്സരസുകളെ അയച്ച് ആ തപസ് ചെയ്യുന്നവരുടെ തപസ്സിന് വിഘ്നം ഉണ്ടാക്കാൻ ശ്രമിക്കും. അതുപോലെ ഇപ്പോഴും 5 അപ്സരസുകളെ അയച്ചിരിക്കുന്നു. അങ്ങനെ മുനി ദേവന്മാരുടെ കാര്യസിദ്ധിക്കായി അവരെ പത്നിമാരായിട്ട് സ്വീകരിച്ച് ഈ തടാകത്തിൽ ഇങ്ങനെ പാർപ്പിച്ചിരിക്കുകയാണ്. നമുക്കാർക്കും കാണാൻ കഴിയില്ല, മറ്റുള്ളവർക്കും കാണാൻ കഴിയില്ല. ഒരു ഗ്രഹം നിർമ്മിച്ച് ആ തടാകത്തിനുള്ളിൽ അങ്ങനെ താമസിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരെ ദുർവാസാവ് ശപിച്ചതുപോലെ ശപിക്കാനൊന്നും പോയില്ല, അവർക്ക് സുഖകരമായിട്ട് താമസിക്കാനുള്ള ഏർപ്പാട് ചെയ്തു കൊടുത്തു. അവരുടെ പാട്ടും സംഗീതവും ഒക്കെയാണ് ഈ ജലാശയത്തിൽ നിന്നിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നടന്ന് അവർ പഞ്ചവടിയിലെത്തുകയാണ്. അവിടെ എത്തി മനോഹരമായ ഒരു പർണശാല ഉണ്ടാക്കുന്നു, അതിൽ താമസിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അവർക്ക് താമസിക്കാനായി സുഖമായി താമസിക്കാനൊരു സ്ഥാനം നിർദ്ദേശിച്ചു കൊടുക്കണമെന്ന് വാൽമീകി മഹർഷിയോട് ചോദിച്ചതനുസരിച്ച് അദ്ദേഹം നിർദ്ദേശിച്ചതാണ് ഈ പഞ്ചവടി എന്ന സ്ഥലം. പുല്ലും വൃക്ഷക്കമ്പുകളും എല്ലാം കൊണ്ടുവന്ന് ലക്ഷ്മണൻ പർണശാല ഒരുക്കുന്നു. അവരെല്ലാവരും അവിടെ സുഖമായി താമസിക്കാൻ ഒരുങ്ങുകയാണ്. രാവിലെ ഗോദാവരി നദിയിൽ സ്നാനം ചെയ്ത് പ്രഭാത കർമ്മങ്ങളെല്ലാം നിർവഹിച്ച് ഓരോ കഥകൾ പറഞ്ഞുകൊണ്ട് വന്യമൃഗങ്ങളിൽ നിന്നും ആപത്തൊന്നുമില്ലാതെ അവരെല്ലാവരും അവിടെ സുഖമായി പാർത്തു വന്നു. ഈ സമയം ജനവാസ സ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശൂർപ്പണഖ എന്ന രാക്ഷസി ഭൂമിയിൽ കൊടിമരം, തോട്ടി, വജ്രം, താമരപ്പൂവ് എന്നീ ചിഹ്നങ്ങളോടുകൂടിയ കാലടിപ്പാടുകൾ കാണുകയാണ്. സാധാരണ മനുഷ്യരുടെ കാലുകളിൽ കാണുന്നതല്ലല്ലോ ആ ചിഹ്നങ്ങളൊന്നും. ഇങ്ങനെ വിശേഷപ്പെട്ട 2 പാദങ്ങൾ കണ്ടപ്പോൾ ആ പാദങ്ങളുടെ സൗന്ദര്യം അവളെ വല്ലാതെ ആകർഷിച്ചു എന്ന് പറയാം. ആ പാദങ്ങളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായ അവൾ ആ കാലടിപ്പാടുകളെ നോക്കി ഇങ്ങനെ പിന്തുടർന്ന് ആശ്രമത്തിലെത്തുകയാണ്. അവൾ അവിടെ ഭാനുമണ്ഡല സഹസ്രം ഉജ്ജ്വലം രാമനാഥം, അങ്ങനെ അതായത് ഉദിച്ചുയരുന്ന 1000 സൂര്യന്മാരുടെ തേജസ്സോടെ ഭാനുഗോത്രജം ഭവഭയനാശനം പരം, സംസാര ദുഃഖത്തെ നശിപ്പിക്കുവാനായി സൂര്യവംശത്തിൽ ജനിച്ച ശ്രേഷ്ഠൻ, മാനവവീരം മനോമോഹനം മായാമയം, മനസ്സിനെ മോഹിപ്പിക്കുന്ന മായാമയനായ വീരനായ മനുഷ്യൻ, സുന്ദരപുരുഷനായ മാനസഭവ സമം മാധവം മധുഹരം, കാമദേവനെ പോലെ സുന്ദരനായ മധു, അതായത് മദ്യം, തേൻ പോലെ ഹരം പിടിപ്പിക്കുന്ന സൗന്ദര്യത്തോടു കൂടിയ, മത്ത് പിടിപ്പിക്കുന്ന സൗന്ദര്യത്തോടു കൂടിയ ആ മാധവനെ സീതാസമേതനായി കാണുകയാണ്. അവൾ ഭഗവാന്റെ ആ മത്ത് പിടിപ്പിക്കുന്ന സൗന്ദര്യത്തിൽ മയങ്ങി കാമാർത്തി പൂണ്ട് ഉടനെ ഇങ്ങനെ ചെന്നു. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, മീനകേതന ബാണ പീഡിതയായാളേറ്റം. കാമദേവൻ്റെ ബാണമേറ്റെന്ന് പറഞ്ഞാൽ കാമപരവശയായി ശ്രീരാമനോട് ഇഷ്ടം തോന്നി എന്നർത്ഥം. കാമരൂപിണിയായ അവൾ
കാമരൂപിണി എന്നാൽ ആഗ്രഹിക്കുന്ന രീതിയിൽ വേഷം മാറാൻ കഴിയുന്നവൾ, അതായത് ആഗ്രഹിക്കുന്ന വേഷം സ്വീകരിക്കാൻ കഴിയുന്നവൾ. അവൾ മനോമോഹിനിയായ സുന്ദരിയുടെ വേഷം സ്വീകരിച്ചിട്ട് രാമനെ സമീപിച്ച് ഇങ്ങനെ പറഞ്ഞു: ഭവാൻ ആരാണ്? ആരുടെ പുത്രനാകുന്നു? എവിടെ നിന്ന് വരുന്നു? എവിടേക്ക് പോകുന്നു? ഇവിടേക്ക് വരുവാൻ എന്താണ് കാരണം? ഈ താപസവേഷം ധരിക്കാൻ എന്താണ് കാരണം? അതെല്ലാം പോകട്ടെ, ഞാൻ ആരെന്ന് ആദ്യം പരിചയപ്പെടുത്താം. ഞാൻ ആ രാവണൻ്റെ, അതായത് ലങ്കേശ്വരനായ രാവണൻ്റെ സഹോദരി ശൂർപ്പണഖയാണ്. ഖരൻ, ദൂഷണൻ, ത്രിശിരസ് എന്നിങ്ങനെ 3 സഹോദരന്മാരെനിക്കുണ്ട്. ഞാൻ അവരോടുകൂടിയാണ് പാർക്കുന്നത്. നിന്നെ എനിക്ക് പരിചയമില്ലല്ലോ. പരമാർത്ഥം പറഞ്ഞാലും ദയാനിധേ. ഉടനെ ശ്രീരാമൻ പറഞ്ഞു: സുന്ദരി, കേട്ടുകൊള്ളൂ. ഞാൻ അയോധ്യാധിപതിയായ ദശരഥൻ്റെ 4 മക്കളിൽ മൂത്തവനായ ശ്രീരാമനാകുന്നു. ഇതെൻ്റെ സഹോദരൻ ലക്ഷ്മണൻ. ഇതെൻ്റെ ഭാര്യയും ജനകാത്മജയുമായ സീത. എന്നെക്കൊണ്ട് നിനക്ക് എന്ത് കാര്യമാണ് സാധിക്കാനുള്ളത്? ഒട്ടും മടി വേണ്ട, പറഞ്ഞുകൊള്ളൂ. ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? ഉടനെ ശൂർപ്പണഖ രാമനോട് പറഞ്ഞു: എന്നെ നീ പരിഗ്രഹിക്കണം. നല്ല ഉത്തരവാണല്ലേ? ശൂർപ്പണഖ തുടർന്ന് പറഞ്ഞു: എന്നെ നീ പരിഗ്രഹിക്കണം. എൻ്റെ കൂടെ വന്ന് സുഖമായി താമസിക്കണം. നിന്നെ പിരിഞ്ഞു പോകാൻ എനിക്ക് അശേഷം ആഗ്രഹമില്ല, ശക്തിയില്ല. നമുക്കൊന്നിച്ച് ഈ ജനപദങ്ങളിലെല്ലാം ആടിപ്പാടി നടന്ന് കാഴ്ചകൾ കണ്ട് രസിക്കാം. ഉടനെ ശ്രീരാമൻ ജാനകിയെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു: ഞാനിവിടെ ഈ താപസവേഷവും ധരിച്ച് കാട് തോറും അലഞ്ഞു നടക്കുന്നു. ഈ ജാനകി എൻ്റെ ധർമ്മപത്നിയാണ്. അവളെ ഉപേക്ഷിക്കുന്നത് ധർമ്മമാണോ? അത് വളരെ കഷ്ടം തന്നെയല്ലേ? പിന്നെ നിന്നെയും കൂടി ഭാര്യയായി സ്വീകരിച്ചാൽ സപത്നിയായിട്ടിരിക്കുന്നതിലും വലിയൊരു ദുഃഖം വേറെ ഇല്ല തന്നെ. ആ ദുഃഖം നിനക്ക് സഹിക്കാൻ പറ്റില്ല. അതിനാൽ നീ നോക്കൂ, അതെൻ്റെ സഹോദരനാണ് ലക്ഷ്മണൻ. സുന്ദരൻ, സദ്ഗുണസമ്പന്നൻ. മാത്രമല്ല അവൻ ഏകനാണ്. അവൻ്റെ കൂടെ പത്നിയില്ല. നീ അവനെ പാണിഗ്രഹണം ചെയ്ത് സ്വീകരിക്കൂ. നീ അവനെ ലക്ഷ്മി ദേവിയെപ്പോലെ നന്നായി യോജിച്ചവളാണ്. അവനെ സമീപിക്കൂ. ഇത് കേൾക്കുന്ന ശൂർപ്പണഖ ലക്ഷ്മണനെ സമീപിച്ച് തൻ്റെ ഭർത്താവാകണമെന്ന് അവനോട് അപേക്ഷിക്കുന്നു. ലക്ഷ്മണൻ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ രാജാവായ ശ്രീരാമൻ്റെ ദാസൻ മാത്രമാണ്. എന്നെ വിവാഹം ചെയ്ത ഒരു ദാസിയായി തീരാൻ ജനിച്ചവളാണോ നീ? ലങ്കേശ്വരനായ രാവണൻ്റെ സോദരി കേവലം ഒരു ദാസിയായിട്ടിരിക്കാൻ മാത്രമുള്ളവളാണോ? അതുകൊണ്ട് എന്നെ വിവാഹം ചെയ്ത് നിന്റെ ജന്മം വെറുതെ വ്യർത്ഥമാക്കണ്ട. നീ ചെന്ന് ജ്യേഷ്ഠനോട് പറയൂ എന്ന് പറഞ്ഞ് ശൂർപ്പണഖയെ വീണ്ടും ശ്രീരാമൻ്റെ സമീപത്തേക്ക് അയക്കുകയാണ്. ഉടനെ തന്നെ ശ്രീരാമൻ്റെ അടുത്ത് ചെന്ന് വീണ്ടും ഇങ്ങനെ പറഞ്ഞു: മന്നവ, നീ എന്നെ പരിഗ്രഹിക്കണം. ഈ കാനനത്തിലൂടെ, ഗ്രാമങ്ങളിലൂടെ, പർവ്വത പ്രദേശങ്ങളിലൂടെ നടന്ന് നമുക്ക് അന്യോന്യം എല്ലാ സുഖങ്ങളും അനുഭവിക്കാം. ഇത് കേൾക്കുന്ന ശ്രീരാമൻ ഇങ്ങനെ പറഞ്ഞു: ഒരുത്തനായാൽ അവൻ അരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം, അതിനിവൾ ഉണ്ട് എനിക്കിപ്പോൾ എന്ന് പറഞ്ഞ് ശ്രീരാമൻ ശൂർപ്പണഖയെ വീണ്ടും ലക്ഷ്മണൻ്റെ സമീപത്തേക്ക് പറഞ്ഞയക്കുന്നു. ലക്ഷ്മണൻ ഇങ്ങനെ പറഞ്ഞു: എന്നേക്കാൾ എന്തുകൊണ്ടും യോഗ്യൻ ശ്രീരാമനായ എൻ്റെ ജ്യേഷ്ഠൻ തന്നെയാണ്. അതുകൊണ്ട് നീ അദ്ദേഹത്തോട് നിൻ്റെ കുലവും ശീലവും എല്ലാം ഒന്നുകൂടെ പറയൂ. അപ്പോൾ രാമൻ നിന്നെ സ്വീകരിക്കും എന്ന് പറഞ്ഞു. ശ്രീരാമൻ്റെ അടുത്ത് വീണ്ടും ചെന്ന് ശൂർപ്പണഖ തൻ്റെ ഉദ്ദേശം അറിയിക്കുന്നു. ശ്രീരാമൻ അവളെ വീണ്ടും അടുത്തേക്ക് അയക്കുന്നു. ലക്ഷ്മണൻ വീണ്ടും അവളെ ശ്രീരാമൻ അടുത്തേക്ക് അയക്കുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പ്രാവശ്യം നടന്നു കഴിഞ്ഞപ്പോൾ ശൂർപ്പണഖയ്ക്ക് ദേഷ്യം വന്നു. ഉടനെ നിരാശയും കോപവും താപവും എല്ലാം കൊണ്ട് അവൾ തൻ്റെ സ്വന്തം രൂപം അങ്ങ് പ്രാപിക്കുകയാണ്. അഞ്ജന പർവ്വതം പോലെയായി തീർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ഈ ജാനകി ഉള്ളതിനാലാണല്ലോ രാമൻ എന്നെ സ്വീകരിക്കാത്തത്. ഇവിടെ ഭക്ഷിക്കാമെന്ന് കരുതി സീതയോടടുക്കുന്നു. രാമൻ അവളെ തടുത്തു നിർത്തുകയാണ്. പക്ഷേ ലക്ഷ്മണൻ എപ്പോഴും ആയുധപണിയായിട്ടാണല്ലോ നിൽക്കുന്നത്. ക്ഷണനേരം കൊണ്ട് ആ ശൂർപ്പണഖയുടെ മൂക്കും മുലയും ചെവികളും ഛേദിക്കുകയാണ്. സ്ത്രീഹത്യ പാപമാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് വിചാരിക്കുന്നു. അവളുടെ അലമുറയിൽ ആ 3 ലോകങ്ങളും നടുങ്ങുകയാണ്. പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നും നദികൾ ഉത്ഭവിക്കുന്നത് പോലെ, ഒഴുകി ഇറങ്ങി വരുന്നത് പോലെ അവളുടെ ആ മൂക്ക്, മുലകൾ, അതുപോലെ തന്നെ ചെവികൾ, ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം രക്തനദികൾ ഒഴുകി വന്നുകൊണ്ടിരുന്നു. അവൾ പോയപ്പോൾ രാമൻ ചിന്തിച്ചു, ഇനിയിപ്പോൾ രാവണൻ്റെ വരവുണ്ടാകും താമസിയാതെ തന്നെ. ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്. അപ്പോൾ ശൂർപ്പണഖ ഖരൻ്റെ മുന്നിലേക്കാണ് വേഗം ചെല്ലുന്നത്. ഖരദൂഷണ ത്രിശിരാക്കൾ 3 സഹോദരന്മാരോടൊപ്പമാണ് താമസമെന്ന് പറഞ്ഞിരുന്നുവല്ലോ. അപ്പോൾ ശൂർപ്പണഖ
ഖരൻ്റെ മുമ്പിൽ ചെന്ന് ചിറകറ്റ ഒരു പർവ്വതം വന്ന് പതിക്കും പോലെ വന്ന് വീണു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തൻ്റെ സഹോദരിയായ ശൂർപ്പണഖയെ കണ്ടിട്ട് ഖരൻ ചോദിക്കുകയാണ്, മൃത്യുതൻ വക്ത്രത്തിൽ, അതായത് മരണത്തിൻ്റെ വായിൽ ഇത്ര വേഗം പ്രവേശിച്ചവൻ ആരാണ്? വേഗം ചൊല്ലൂ ശൂർപ്പണഖയെന്ന്. ഉടനെ ശൂർപ്പണഖ പറഞ്ഞു, ദശരഥപുത്രന്മാരായ 2 സുന്ദരന്മാരായ ഗുണവാന്മാരായ മനുഷ്യർ, രാമനെന്നും ലക്ഷ്മണനെന്നും പേരായ അവർ സീതയെന്നു പേരായ ഒരു കാമിനിയോടുകൂടി കാനനത്തിൽ വന്ന് വസിക്കുന്നു. ജ്യേഷ്ഠൻ്റെ ആജ്ഞയനുസരിച്ച് അനുജനായ ലക്ഷ്മണൻ എൻ്റെ കുചങ്ങളും ചെവികളും നാസികയും ഛേദിച്ചു. ശൂരനായ നീ അവരെ കൊന്ന് അവരുടെ രക്തവും മാംസവും എനിക്ക് നൽകുക. അവരുടെ മാംസവും തിന്ന് രക്തവും കുടിച്ചാലേ എനിക്ക് തൃപ്തി വരൂ. തൻ്റെ 14 അനുചരന്മാരെ വിളിച്ച് ശൂർപ്പണഖയുടെ കൂടെ അയക്കുകയാണ് ആ ഖരൻ. ആ ദുഷ്ടാധമന്മാരെ കൊന്ന് ഇവൾക്ക് തിന്നാൻ കൊടുക്കുക എന്ന് അവരോട് ആജ്ഞാപിക്കുന്നു. സോദരി, നീ കൂടെ ചെന്ന് അവരെ കാട്ടിക്കൊടുക്കുക. ഇവർ നിൻ്റെ ആഗ്രഹം നടത്തിത്തരും എന്ന് ഖരൻ പറയുന്നു. 14 രാക്ഷസന്മാരും പല വിധത്തിലുള്ള ആയുധങ്ങളുമായി ശൂർപ്പണഖയോടുകൂടി യുദ്ധസന്നദ്ധരായി പഞ്ചവടിയിലേക്ക് പുറപ്പെടുകയാണ് രാമലക്ഷ്മണന്മാരെ വധിക്കാനായി. ആ 14 രാക്ഷസന്മാരും രാമന് നേരെ പ്രയോഗിച്ച ആയുധങ്ങൾ തടുത്തിട്ട് ഓരോരുത്തരായി 14 പേരെയും നിമിഷ നേരം കൊണ്ട് ശ്രീരാമൻ വധിക്കുന്നു. ശൂർപ്പണഖ ഇത് കണ്ട് പേടിച്ചോടി ഖരൻ്റെ അടുത്തെത്തുന്നു. എവിടെ നിൻ്റെ കൂടെ വന്നവർ എന്ന് ഖരൻ ചോദിച്ചപ്പോൾ രാമബാണമേറ്റ് അവരെല്ലാം തിരിച്ചു വരാത്തവണ്ണം പോയി എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഖരൻ പിന്നീട് ദൂഷണനെയും അനുജനായ ത്രിശിരസിനെയും 14,000 രാക്ഷസന്മാരോടും കൂടി യുദ്ധത്തിനായി പോകുന്നു. രാക്ഷസന്മാർ പെരും പടയോടുകൂടി വരുന്നത് കണ്ടിട്ട്, ആ കോലാഹലം കേട്ടിട്ട് രാമൻ ഇങ്ങനെ പറഞ്ഞു ലക്ഷ്മണനോട്, ലക്ഷ്മണ, നീ മൈഥിലിയെ ഒരു ഗുഹയിലാക്കി ഭയപ്പെടാതെ പരിപാലിക്കുക. ഈ രാക്ഷസപ്പടയെ നേരിടാൻ ഞാൻ ഒരുത്തൻ മതിയാകും. അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ നേരെ മൈഥിലിയെയും കൂട്ടി ഗുഹയ്ക്കകത്തേക്ക് പോവുകയാണ്. ഖരദൂഷണ ത്രിശിരാക്കളെയും വൻ പടയെയും കേവലം 3.25 നാഴിക കൊണ്ട് രാഘവൻ തൻ്റെ ശരങ്ങൾ കൊണ്ട് കൊന്നൊടുക്കി. അങ്ങനെ മരിച്ചു വീണ 14,000 രാക്ഷസന്മാരും മോക്ഷത്തെ പ്രാപിച്ചു, ദിവ്യന്മാരായി തീർന്നു. ശ്രീരാമൻ്റെ കൈകൊണ്ട് മരിച്ചതിനാൽ ആ ശ്രീരാമൻ അവർക്ക് ജ്ഞാനോപദേശം നൽകി മുക്തി നൽകിയെന്നാണ് രാമായണത്തിൽ എഴുതിയിരിക്കുന്നത്. അവരെല്ലാം ശ്രീരാമനെ പ്രദക്ഷിണം ചെയ്തിട്ട് നമസ്കരിച്ചതിന് ശേഷം രാമനെ സ്തുതിക്കുന്നു. നമസ്തേ പാദാംബുജം രാമ ലോകാഭിരാമ, ഇങ്ങനെ തുടങ്ങുന്നു ആ സ്തുതി. സൗമിത്രി സീതാദേവിയോടുകൂടി വന്ന് ശ്രീരാമനെ നമസ്കരിക്കുന്നു. ശ്രീരാമൻ്റെ ദേഹത്ത് ആയുധമേറ്റ മുറിവുണ്ടോ എന്ന് നോക്കുകയാണ് സീതാദേവി. ചെറിയ ചെറിയ മുറിവുകളൊക്കെ കണ്ടിട്ട് കണ്ണുനീരോടുകൂടി അവയെല്ലാം തഴുകി മായ്ക്കുന്നു. ലക്ഷ്മി ഭഗവതിയായ സീതാദേവിയുടെ കൈകളുടെ സ്പർശനമേറ്റപ്പോൾ ദേഹത്തേറ്റ മുറിവുകളെല്ലാം അപ്രത്യക്ഷമായി എന്ന് എഴുതിയിരിക്കുകയാണ്. രാമൻ വീണ്ടും രാവണൻ്റെ ആഗമനം അടുത്തു എന്ന് മനസ്സിൽ വിചാരിക്കുന്നു. ലക്ഷ്മണനെ വിളിച്ച് ഖരദൂഷണ ത്രിശിരാക്കളെയും രാക്ഷസന്മാരെയും വധിച്ച വൃത്താന്തം മുനിമാരെ അറിയിക്കാൻ ലക്ഷ്മണനിൽ നിന്ന് ഈ രാക്ഷസന്മാരെയെല്ലാം വധിച്ചതായ വൃത്താന്തം അറിയുന്ന മുനിമാർ വളരെയധികം സന്തോഷിക്കുന്നു. മൈഥിലിക്ക് ചൂടാൻ ചൂടാരത്നവും ശ്രീരാമൻ അണിയാനായി അങ്കുലീയവും ലക്ഷ്മണനായി പടച്ചട്ടയും നിർമ്മിച്ച് സമ്മാനമായി കൊടുത്തയക്കുകയാണ്. രാക്ഷസന്മാരുടെ മായ തട്ടാതിരിക്കാനായി അവർ 3 പേരും അവയെ സന്തോഷത്തോടെ ധരിക്കുന്നു. ശൂർപ്പണഖ പിന്നീട് പോയത് നേരെ രാവണൻ്റെ സമീപത്തേക്കാണ്. മൂക്കും മുലകളും ചെവികളും മുറിഞ്ഞ് ചോരയൊലിപ്പിച്ചുകൊണ്ട് അലറിക്കരഞ്ഞുകൊണ്ട് വന്ന ശൂർപ്പണഖയെ കണ്ട് രാവണൻ കാര്യം എന്തെന്ന് തിരക്കുകയാണ്. തൻ്റെ പ്രിയ സോദരി ഇങ്ങനെ ഈ അവസ്ഥയിൽ കാണപ്പെട്ടപ്പോൾ രാവണന് ദുഃഖം സഹിക്കാനായില്ല. ഉടനെ ആരാണ് നിൻ്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം എന്ന് തിരക്കുന്നു. ശക്രനോ യമനോ കുബേരനോ അതോ വരുണനോ ആരാണെങ്കിലും അവനെ ഞാൻ വധിക്കുന്നുണ്ട്. ഉടനെ ശൂർപ്പണഖ പറഞ്ഞു, എത്രയും മൂഢനാണ് ഭവാൻ. സ്ത്രീജിതനായി മദ്യവും സേവിച്ച് ഇങ്ങനെ ഇരിക്കുന്ന നീ എന്തറിയുന്നു? നിന്നെ രാജാവ് എന്ന് പറയുന്നത് വെറുതെയാണ്. രാജധർമ്മം എന്താണെന്ന് നിനക്കറിയുമോ? രാജ്യത്ത് എന്ത് നടക്കുന്നുവെന്ന് നിനക്കറിയുമോ? നീ എപ്പോഴും ഇങ്ങനെ സ്ത്രീകളോടൊത്ത് മദ്യവും സേവിച്ച് രമിച്ചു കഴിഞ്ഞോ? നീ കേട്ടില്ലായിരുന്നുവോ ഖരദൂഷണ ത്രിശിരാക്കൾ 14,000 പടയോടുകൂടി കാലപുരി പ്രാപിച്ചത്? പ്രഹരാർദ്ധേന, അതായത് ആർദ്ധേന എന്ന് പറഞ്ഞത് പ്രഹരം എന്ന് പറഞ്ഞിരിക്കുന്ന 7.5 നാഴികയാണ്. അതിൻ്റെ പകുതിയാണ് ഈ 3.25 നാഴിക. അതുകൊണ്ട് 3.25 നാഴിക കൊണ്ട് രാമൻ അവരെയെല്ലാം അമ്പെയ്തു കൊന്നു എന്നാണ് ഇവിടെ ശൂർപ്പണഖ ഉദ്ദേശിച്ചത്.
രാവണൻ ഉടനെ ശൂർപ്പണഖയോട് പറഞ്ഞു, എന്നോട് നീ രാമനാരെന്ന് ആദ്യം പറയേ, പിന്നീട് കൊന്നൊടുക്കാനുള്ള കാരണം പറയുക. അതറിഞ്ഞതിന് ശേഷം അവനെ ഞാൻ കാലപുരിക്ക് അയക്കുന്നുണ്ട്. ഉടനെ ശൂർപ്പണഖ പറഞ്ഞു, രാക്ഷസ രാജ കേട്ടാലും. ഞാൻ അങ്ങനെ ഗൗതമീ തീരത്തുകൂടി നടന്ന് നടന്ന് പഞ്ചവടിയിലെത്തിയപ്പോൾ അവിടെ അതിസുന്ദരിയായ ഒരു സ്ത്രീരത്നത്തെ കണ്ടു. അവളാകട്ടെ സ്ത്രീരത്നം തന്നെയാണ്. അവൾ ഇന്ദിരയേക്കാളും അതുപോലെ തന്നെ ഇന്ദ്രാണിയേക്കാളും വാണിമാതാവിനേക്കാളും ഗൗരിയേക്കാളും സുന്ദരിയാണ്. ഇവളുടെ സൗന്ദര്യം കണ്ടാൽ അപ്സരസ്സുകളും ദേവസ്ത്രീകളും എന്ന് വേണ്ട മറ്റുള്ള സുന്ദരീരത്നങ്ങൾ വരെ ഓടി ഒളിച്ചു പോകും. അവളെ രാക്ഷസ രാജാവായ നിനക്ക് കൊണ്ടുവന്ന് തരാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് എനിക്ക് ഈ ഗതി വന്നത്. ശൂർപ്പണഖ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ച് രാവണനെ ധരിപ്പിക്കുന്നത്. നമുക്കറിയാം, ശ്രീരാമനെയും ലക്ഷ്മണനെയും പാണിഗ്രഹണം ചെയ്യാൻ ആഗ്രഹിച്ച് ചെന്ന അവൾ സീതാദേവി അതിന് തടസ്സം നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ സീതാദേവിയെ ഭക്ഷിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ഈ അവസ്ഥയെ പ്രാപിച്ചത്, അല്ലേ? ഇവിടെ രാവണനോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാവണൻ വളരെയധികം സന്തുഷ്ടനായി. എൻ്റെ സോദരിക്ക് എന്നെപ്പറ്റി എന്ത് ചിന്ത, എൻ്റെ നന്മ മാത്രം കാക്ഷിക്കുന്നവളാണല്ലോ എൻ്റെ സോദരി, അവൾക്ക് ഈ ഗതി വന്നല്ലോ എന്നൊക്കെ ഓർത്ത് ശൂർപ്പണഖയെ സമാധാനിപ്പിക്കുന്നു. ആദ്യം ഞാൻ ഖരനോട് വിവരം പറഞ്ഞു. പക്ഷേ ഖരൻ എന്നോടൊപ്പം അയച്ച 14 പേരെയും അവൻ അരനിമിഷം കൊണ്ട് വധിച്ചു. ഖരനെയും ദൂഷണനെയും ത്രിശിരസിനെയും അവരോടൊപ്പം പോയ 14,000 പടയെയും 3.25 നാഴിക കൊണ്ട് കാലപുരിക്കയച്ച അവർ നിസ്സാരന്മാരല്ല എന്നറിയുക. ആ രാമനെ എതിർത്ത് ജയിക്കുക എളുപ്പമല്ല. അതിനാൽ എന്തെങ്കിലും മായാപ്രയോഗത്താൽ അവളെ കൊണ്ടുപോരുന്നതാണ് ഉചിതമെന്ന് ശൂർപ്പണഖ രാവണനോട് പറയുന്നു. രാവണൻ ശൂർപ്പണഖയെ ആശ്വസിപ്പിച്ച് പറഞ്ഞയക്കുകയാണ്. എന്നാൽ രാത്രിയിൽ രാവണന് ഉറക്കമേ വന്നില്ല. ഇതെത്രയും ആശ്ചര്യമായിരിക്കുന്നുവല്ലോ. കേവലം ഒരു മനുഷ്യൻ 3.25 നാഴിക കൊണ്ട് ഖരദൂഷണ ത്രിശിരാക്കളെയും 14,000 പടയെയും അതും യുദ്ധനിപുണരായ ആ രാക്ഷസന്മാരെ വധിക്കുക എന്നത് അത്ര എളുപ്പമല്ല. അവൻ മനുഷ്യനാകാൻ സാധ്യതയേയില്ല. ആ രാമൻ ഭക്തവത്സലനായ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു, മുക്തിദായകൻ, മുകുന്ദൻ, മുക്തിപ്രിയൻ, വിധാതാവ് മുമ്പ് പ്രാർത്ഥിച്ചതനുസരിച്ച് ഭൂതലത്തിൽ രഘുവംശത്തിൽ മനുഷ്യജന്മമെടുത്ത് എന്നെ വധിക്കാനായി വന്നതാണെങ്കിലോ, അങ്ങനെയെങ്കിൽ ചെന്ന് വൈകുണ്ഠ രാജ്യത്തിൽ ചേരാം. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്നും രാക്ഷസരാജ്യം വാഴാം. എന്ത് വിചാരിച്ചാലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. മര്യാദാപുരുഷോത്തമനായ ആ രാമനോട് യുദ്ധം ചെയ്യാൻ ഞാൻ ഒട്ടും മടി കാണിക്കേണ്ടതില്ല. രാവണൻ രാക്ഷസനാണെങ്കിലും തത്വജ്ഞാനം അറിയുന്നവനാണ്. അതിനാൽ പൂർവ്വവൃത്താന്തങ്ങളെല്ലാം ഓർത്ത് മുക്തി ലഭിക്കുമല്ലോ എന്ന്, അതും ആ ഭഗവാന്റെ കൈകളാൽ ഇങ്ങനെ സമാധാനിക്കുകയാണ്. ഞാൻ ഭക്തനായി ചെന്നാൽ എന്നിൽ പ്രസാദിക്കില്ല. അതിനാൽ വിദ്വേഷബുദ്ധിയോടെ രാമനെ സമീപിക്കാം എന്ന് രാവണൻ തീരുമാനിക്കുന്നു. കൂട്ടുകാരെ, ഇന്ന് ഇത്രയും കേട്ടാൽ മതിയാകുമല്ലോ. തുടർന്നുള്ള ഭാഗം അടുത്ത വീഡിയോയിലൂടെ കേൾപ്പിക്കുന്നതാണ്. ശുഭദിനം നേരുന്നു. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ദിവസം സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.